ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ ഇംഗ്ലീഷ് സെക്കൻഡ് സെമ്മിലെ കോൺവെർസേഷൻ ബിറ്റ്വീൻ മഹാത്മാഗാന്ധി ആൻഡ് ശ്രീനാരായണ ഗുരു എന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ 1925 നമ്മളെ മഹാത്മാഗാന്ധി, രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി കേരളം വിസിറ്റ് ചെയ്ത സമയത്ത് ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ ഗാന്ധിജിയും തമ്മിൽ നടത്തിയ സംഭാഷണമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പല സ്ക്രിപ്റ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം ഗാന്ധിക്ക് ഗാന്ധിജിക്കും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനും രണ്ടാളുകൾക്കും അറിയുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ഒന്നുമില്ല, ഇവിടെ ഇല്ല. അപ്പോൾ അത് ഒരു മീഡിയേറ്റർ വെച്ചായിട്ടാണ് എന്താക്കിയത്, ഈ സംഭാഷണം അവർ നടത്തിയിട്ടുള്ളത്. മീഡിയേറ്ററുടെ പേര് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കുമരൻ എന്നുള്ളതാണ് ട്രാൻസ്ലേറ്റർ. ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത്. ടോട്ടൽ 5 തവണ എന്താക്കിയിട്ടുണ്ട് ഗാന്ധി കേരളം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ വിസിറ്റ് 1925 ശിവഗിരി മഠത്തിലേക്ക് കേരളം വിസിറ്റ് ചെയ്തപ്പോൾ ശിവഗിരി മഠത്തിൽ വെച്ചിട്ടുള്ള സംഭാഷണമാണിത്. 1924 വൈക്കം സത്യാഗ്രഹം, അതുമായി ബന്ധപ്പെട്ട് ആണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു ഒക്കെ കൂടെയാണ് എവിടേക്ക് ഗാന്ധിജി എന്താവുന്നത് കേരളത്തിലേക്ക് വരുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള റോഡിലൂടെ പോലും പോകാൻ പറ്റാത്ത അത്രയും ഒരു അൺടച്ചബിലിറ്റി, നമ്മളെ തൊട്ടുകൂടായ്മ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് തമ്മിലുള്ള ഇഷ്യൂ ഒക്കെ നല്ല കൊടുമ്പിരി കൊള്ളുന്ന സമയം. ഓക്കെ, അപ്പോൾ അതൊരു ഒരു ജനശ്രദ്ധ നേടിയ, അതല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിൽ അറിയപ്പെട്ടൊരു പ്രക്ഷോഭക്കായിട്ട് മാറി. അങ്ങനെയാണ് എന്താവുന്നത്, ഈ വിസിറ്റ് നടക്കുന്നത്. ഇവിടെ ഗാന്ധിജി ഒരു ഫിലോസഫറാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രീനാരായണ ഗുരു നല്ലൊരു ഫിലോസഫറാണ്. ഗാന്ധിജിയുടെ ഫിലോസഫർ എന്നാൽ നമുക്കറിയാം സത്യാഗ്രഹ എന്ന് പറഞ്ഞ ഫിലോസഫിയാണ്. അതായത് നോൺ വയലൻസ്, അവകാശങ്ങളൊക്കെ സമാധാനപരമായിട്ട് അക്രമങ്ങളൊന്നും ഇല്ലാതെ നേടിയെടുക്കുക എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ഫിലോസഫി. അതേസമയം രണ്ടാളും സോഷ്യൽ റെവല്യൂഷന് വേണ്ടിയിട്ട്, സാമൂഹിക മാറ്റത്തിന് വേണ്ടിയിട്ട്, വിപ്ലവത്തിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത ആളുകളാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അദ്വൈതം എന്നുള്ളതാണ്. അതായത് വൺനെസ്, എല്ലാത്തിലും ഒരു ഏകത, എല്ലാം ഒന്നാണ് എന്നുള്ള ചിന്താഗതി. വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ്, ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം. ഇതാണ്. അപ്പം ഇത്രയാണ് അവരെ നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം. ഇനി നമ്മൾ നേരെ എന്താക്കുകയാണ്, ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ, അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ആദ്യം തന്നെ ഗാന്ധിജി ചോദിക്കുകയാണ്, സ്വാമിജി, ഡു യു തിങ്ക് അൺടച്ചബിലിറ്റി ഈസ് പ്രിസ്ക്രൈബഡ് ഇൻ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ്? അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ അസ്പൃശ്യത എന്ന് വെച്ചാൽ തൊട്ടുകൂടായ്മ എന്നർത്ഥം. ഡു യു തിങ്ക്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ അൺടച്ചബിലിറ്റി എന്നുള്ളതാണ് മീൻസ് പ്രിസ്ക്രൈബ്ഡ്, അത് എഴുതിയിട്ടുണ്ട് എന്നുള്ളത്? പ്രിസ്ക്രൈബ് ചെയ്യാന്ന് അറിയാലോ. ഇൻ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ്, ഹിന്ദു ഗ്രന്ഥങ്ങളിലൊക്കെ, ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഈ അൺടച്ചബിലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള വല്ല എഴുത്തുണ്ടോ എന്നെന്താണ് ഗാന്ധിജി ചോദിക്കുകയാണ്. ഗുരു വളരെ സിമ്പിളായിട്ട് പറയാണ്, ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അടുത്ത ചോദ്യം, സ്വാമിജി, ഡു യു വാണ്ട് ടു ചേഞ്ച്? നിങ്ങളൊരു ചേഞ്ചിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ഓർ ആഡ് എനിത്തിങ്, എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മോർ, കൂടുതലായിട്ട്, ടു ദ പ്രിവാലൻ സ്ട്രക്ചർ, അതായത് നിലവിലുള്ള സ്ട്രക്ചറിലേക്ക് എന്തെങ്കിലും പുതിയ സാധനങ്ങൾ ആഡ് ചെയ്യാനോ, അതല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാനോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്നെന്താവാണ് ഗാന്ധിജി ചോദിക്കുകയാണ്. ഗുരു പറയാണ്, നോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒന്നും മാറ്റുകയും അതുപോലെ തിരുത്തിയതൊന്നും വേണ്ട. ഐ ഹാവ് ലേൺഡ്, ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പഠിച്ചത് എങ്ങനെയാണ്, ദാറ്റ് ഇറ്റ്സ് വെൽ റൺ, ഇപ്പോൾ നല്ല രൂപത്തിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ, ദർ ഇസ് നോ നീഡ്, ആവശ്യമില്ല എന്നുള്ളതാണ്, ടു ചേഞ്ച് എനിത്തിങ്, ഒന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ഗാന്ധിജി, അപ്പാർട്ട് ഫ്രം ദ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ഈ അൺടച്ചബിലിറ്റി എന്നുള്ള സാധനത്തിനെ അബോളിഷ് ചെയ്യുന്ന പറഞ്ഞാൽ ഇല്ലാതാക്കുക, അത് തകർക്കുന്നതിൻ്റെ പുറമെ, അപ്പാർട്ട് ഫ്രം എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നാട്ടോ, അപ്പോൾ അതുണ്ട്, അതെന്തായാലും നമ്മൾ എന്താക്കണം, അബോളിഷൻ ചെയ്യണം. അതിൻ്റെ പുറമെ വാട്ട് ഇമ്പോർട്ടൻ്റ് സ്ട്രാറ്റജീസ്, നിങ്ങൾക്ക് എന്ത് നിർദ്ദേശങ്ങളാണ്, അതല്ലെങ്കിൽ എന്ത് ചിന്തകളാണ്, സ്ട്രാറ്റജികളാണ് വുഡ് യു സജസ്റ്റ്, നിങ്ങൾ നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നത്, ടു അഡ്രസ്, നേരിടാൻ വേണ്ടിയിട്ട്? എന്തിനെ നേരിടുക? ദ ചാലഞ്ചസ്, വെല്ലുവിളികളെ, ഫേസ്ഡ് ബൈ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. നമ്മളെ നാട്ടിലെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അരികുവൽക്കരിക്കപ്പെട്ട സമൂഹം, മാറ്റി നിർത്തപ്പെട്ട സമൂഹം. ഈ മാറ്റി നിർത്തപ്പെട്ട സമൂഹം ഫേസ് ചെയ്യുന്ന, അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെ നേരിടാൻ എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ നിർദ്ദേശം എന്താണ്? നമ്മുടെ നാട്ടിൽ
താഴ്ന്ന ജാതിക്കാർ മേൽജാതിക്കാർ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ ഒരു സംവിധാനം. അപ്പോൾ അതിൽ മേൽജാതിക്കാർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം സമ്പത്ത് ഉണ്ടാവും, വിദ്യാഭ്യാസം ഉണ്ടാവും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതേസമയം താഴ്ന്ന ജാതിക്കാർക്ക് അന്നത്തെ സമയത്ത് മേൽജാതിക്കാർ പോകുന്ന റോഡിൻ്റെ അടുത്ത് കൂടെ പോകാൻ പറ്റൂല, ഇത്ര ഇതെന്താക്കണം, മാറി നിൽക്കണം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഇതിനത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സജഷനാണ് നിങ്ങൾക്ക് വെക്കാനുള്ളത്, എന്ത് നിർദ്ദേശമാണ് നിങ്ങൾ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗുരു പറയുന്ന മറുപടി, ദേ ഷുഡ് ഗെറ്റ്, അവർക്ക് കിട്ടണം പ്രോപ്പർ എഡ്യൂക്കേഷൻ, കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടണം. പിന്നെ ഹാവ് ആക്സസ് ടു വെൽത്ത്, സമ്പത്തിലേക്ക് ആക്സസും വേണം, അതായത് സമ്പാദിക്കാനുള്ള സൗകര്യം വേണം. അതായത് നമ്മളെ താഴ്ന്ന ജാതിക്കാർക്ക് സ്വന്തമായിട്ട് സമ്പാദിക്കാനുള്ള, അതല്ലെങ്കിൽ സ്വന്തമെന്ന് പറയാൻ അങ്ങനത്തെ ഒരു അവകാശം പോലും ഇല്ലാത്ത സമയം നമ്മുടെ നാട്ടിൽ എന്തായിട്ടുണ്ട്, കടന്നു പോയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അവർക്ക് എന്ത് വേണം, സ്വന്തമായിട്ട് സമ്പാദിക്കാനുള്ള ആക്സസും വേണം, നല്ല വിദ്യാഭ്യാസവും കിട്ടണം. ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ ഈ രണ്ട് സാധനം കിട്ടിയാൽ തന്നെ എന്താവും, ഒരു സമൂഹം നന്നാകും എന്നുള്ളതാണ്. ഒന്ന് പ്രോപ്പർ എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്, കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പ്രശ്നം, പിന്നെ ഒന്ന് സമ്പത്തില്ലാത്തതിൻ്റെ പ്രശ്നം. ഇത് രണ്ടുണ്ടായാൽ തന്നെ ഏറെക്കുറെ എന്താവും, സമൂഹത്തിൽ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ്, ഐ ഡോണ്ട് എൻഡോസ് ഇൻ്റർകാസ്റ്റ് ഫുഡ് ആൻഡ് ഇൻ്റർകാസ്റ്റ് മാരേജ് റൈറ്റ് അവേ. ഇൻ്റർകാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ, അതുപോലെ തന്നെ വ്യത്യസ്ത ജാതികളിൽപ്പെട്ട ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കൽ, അതിനെന്താണെന്നില്ല ഇപ്പം ഞാൻ അംഗീകരിക്കുന്നില്ല. അങ്ങനെ പറയാനുള്ളൊരു കാരണം കൂടെ ഉണ്ട്. ഈ മേൽജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞാൽ അവർ അശുദ്ധമായിട്ട് കാണുന്ന, അതായത് ശുദ്ധിയില്ലാതെ കാണുന്ന ആളുകളാണ്. അപ്പോൾ ഇവർ വെച്ച ഫുഡ് അവർ കഴിക്കുക, പിന്നെ അവരെ കൂട്ടത്തിലിരുന്നായിട്ട് ഭക്ഷണം കഴിക്കുക, ഇതൊന്നും ഒറ്റയടിക്ക് എന്താക്കാൻ പറ്റില്ല, കൊണ്ടുവരുന്നൊരു സാധനമല്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചേഞ്ച് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പം വിദ്യാഭ്യാസ സമ്പത്തൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാകും, മാറി മറയും. എന്നാൽ ഒറ്റയടിക്ക് ഈ സാധനം അതിനെന്താവുന്നില്ല, ഞാൻ അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ബട്ട് ദേ ഷുഡ് ബി ഗിവൺ ദ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ, അവർക്ക് നൽകപ്പെടണം ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ നൽകണം. എന്തിനെന്നറിയോ, ടു ഗ്രോ, വളരാൻ, ലൈക്ക് എവരി വൺ എൽസ്, മറ്റുള്ള എല്ലാ ആളുകളും. അതായത് സാധാരണക്കാരെങ്ങനെയാണോ വളരുന്നത് അതേപോലെ വളരാനുള്ള അവസരം ആർക്കും കൊടുക്കണം, താഴ്ന്ന ജാതിക്കാരും കൊടുക്കണം. എല്ലാവർക്കും വളരാനുള്ള അവസരം, ഒരു സമത്വം എന്താക്കണം, അതെല്ലാവർക്കും കൊടുക്കണം. അതല്ലാതെ ഇൻ്റർകാസ്റ്റ് മാരേജ്, അതുപോലെ ഇൻ്റർകാസ്റ്റ് ഫുഡ്, ഇതൊന്നും ഒറ്റയടിക്ക് എന്തല്ല അങ്ങനെ ഉണ്ടാകുന്ന സാധനമല്ല. അതേസമയം വളരാനുള്ള അവസരം എന്താവണം, എല്ലാവർക്കും കൊടുക്കണം എന്നർത്ഥം. അടുത്ത ചോദ്യം, ഗാന്ധി ചോദിക്കുകയാണ്, ചില ആളുകൾക്ക് പറയുന്നുണ്ടല്ലോ, നോൺ വയലൻസ് സത്യാഗ്രഹ, നമ്മൾ ഈ അക്രമങ്ങളൊന്നും ഇല്ലാതെയുള്ള ഇത്തരം ഈ സമര പ്രവർത്തനങ്ങൾ ഈസ് നോ യൂസ്, അതുകൊണ്ട് വലിയൊരു ഉപകാരമില്ല എന്നാണല്ലോ പറയണത്. ദാറ്റ് ഫോഴ്സ് ഈസ് നീഡഡ്, ഒരു ശക്തി, അതല്ലെങ്കിൽ ശക്തിയോട് ഉദ്ദേശിക്കുന്ന അക്രമങ്ങളും കാര്യങ്ങളാട്ടോ, അതെന്താണ്, ആവശ്യമാണ്. ടു അസേർട്ട് റൈറ്റ്സ്, അവകാശങ്ങൾ കിട്ടണമെങ്കിൽ നേരെ നിൽക്കൽ ആവശ്യമാണ്. അപ്പോൾ നമുക്കൊരു അവകാശം കിട്ടണമെങ്കിൽ കുറച്ചൊരു ആക്രമണങ്ങൾ കാര്യമൊക്കെ ഉണ്ടാവണം എന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ടല്ലോ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഗാന്ധിജിൻ്റെ സമരമുറയാണ് ഈ നോൺ വയലൻസ് സത്യാഗ്രഹ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അതിന് ചില ആളുകൾ ഒന്നെന്താവുന്നില്ല, അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഗാന്ധി ആരോട് ചോദിക്കുകയാണ്, ഗുരുവിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അങ്ങനെ ഒരു ബലം പ്രയോഗിച്ചിട്ട് മാത്രമേ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ എന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഗുരു മറുപടി പറയുന്നത്, ഐ ഡോണ്ട് തിങ്ക്, ഞാൻ ചിന്തിക്കുന്നില്ല, ദാറ്റ് ദ യൂസ് ഓഫ് ഫോഴ്സ് ഈസ് ഗുഡ്, അതായത് ഫോഴ്സ് ഉപയോഗിക്കൽ, അക്രമം ഉണ്ടാവൽ ഗുഡ്, അതൊരു നല്ലതാണ് എന്ന് ഞാൻ എന്താവുന്നില്ല, ചിന്തിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ആക്രമണം വേണം എന്നെന്താവുന്നില്ല, ഞാൻ ചിന്തിക്കുന്നില്ല. അടുത്ത ചോദ്യം, ഡു ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ്, ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിൽ, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ടോ, വാദിക്കുന്നുണ്ടോ എന്നർത്ഥം. ദ യൂസ് ഓഫ് ഫോഴ്സ് ഉപയോഗത്തിനെ കുറിച്ച്, അതല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ടാവണം, അങ്ങനെ വല്ലതും ഹിന്ദു സ്ക്രിപ്റ്റിൽ എന്താവുന്നുണ്ടോ, പറയുന്നുണ്ടോ? ഗുരു പറയാണ്, പുരാണങ്ങളിൽ ചിത്രീകരിക്കുന്നുണ്ട്, ദാറ്റ് ഇറ്റ് വാസ് നെസസറി, ഇത് ആവശ്യമാണ് എന്നുള്ളത്. ഫോർ കിങ്സ്, അത് രാജാക്കന്മാർക്കാണ് ആവശ്യം. ആൻഡ് ദേ ഹാഡ് യൂസ്ഡ് ഇറ്റ്, അവരെന്തായിട്ടുണ്ട്, ആ ശക്തി പ്രയോഗിച്ചിട്ടുണ്ട്. രാജാക്കന്മാരെന്താക്കിയിട്ടുണ്ട്, ആ ഫോഴ്സ് ഉപയോഗിച്ചായിട്ട്, ശക്തി ഉപയോഗിച്ചായിട്ട് പല ആൾക്കാരും കീഴടക്കിയിട്ടുണ്ട്, പല സംഭവങ്ങളും നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയം ബട്ട് ദ യൂസ് ഓഫ് ഫോഴ്സ്, ഈ ആക്രമണങ്ങളെ ഉപയോഗം, അതിൽ ശക്തി പ്രയോഗിക്കുക എന്നുള്ളത് ഈസ് നോട്ട് ജസ്റ്റിഫൈഡ്, അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഇൻ ദ കേസ് ഓഫ് കോമൺ പീപ്പിൾ, സാധാ ജനങ്ങൾക്കിടയിൽ
അത് ഉപയോഗിക്കുക എന്നുള്ളത് എന്തല്ല, അത് നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. അത് രാജാക്കന്മാരൊക്കെ ചെയ്യുന്നതാണ്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതേസമയം സാധാരണക്കാർക്കിടയിൽ അത് പ്രയോഗിക്കുക എന്നുള്ളത് എന്തില്ല, ശരിയില്ല എന്നാണ് ഗാന്ധിയുടെ അഭിപ്രായം, ഗുരുവിൻ്റെ അഭിപ്രായം. അടുത്തത് ഗാന്ധി ചോദിക്കുകയാണ്, സം കൺസിഡർ, ചില ആളുകൾ പരിഗണിക്കുന്നത് കൺവേർഷൻ ആസ് ദ റൈറ്റ് വേ, മാറലാണ്, ഇവിടെ മതം മാറ്റത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്, മതം മാറലാണ് നല്ലത്, ആസ് ദ റൈറ്റ് വേ ടു ഗെറ്റ് ഫ്രീഡം, സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ മതം മാറിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ. ഡു യു ബിലീവ് സോ, നിങ്ങൾക്ക് ആ ചിന്ത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ മതം മാറ്റിക്കഴിഞ്ഞാൽ ഫ്രീഡം ഉണ്ടാവും എന്നുള്ളത്? അപ്പോൾ ഗുരുവിൻ്റെ മറുപടി, ഇറ്റ് സീംസ് ദാറ്റ് ദോസ് ഹൂ കൺവേർട്ട് ആർ ഗെറ്റിംഗ് ഫ്രീഡം. ഇത് തോന്നുന്നത്, അതായത് മതം മാറുന്ന ആളുകളുണ്ടല്ലോ, ഗെറ്റിംഗ് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് മതം മാറുന്ന ആളുകൾ, ദേ കനോട്ട് ബി ബ്ലെയിംഡ്, അവരെന്താക്കാൻ പറ്റില്ല, നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഫോർ സേയിങ് ദാറ്റ് കൺവേർഷൻ ഈസ് ഗുഡ്, മതം മാറ്റമാണ് നല്ലത് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റില്ല എന്നുള്ളത്. അതായത് അവർ ജീവിക്കുന്ന സൊസൈറ്റി അത്രയും അവരെ പരിഗണിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് വിലക്കുകൾ അവർക്ക് ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും അവർ ആ മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ പരിഗണനയും കാര്യമൊക്കെ ഉണ്ടാകും. അതല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത മതത്തിലേക്ക് അവർക്ക് മാറാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരുടെ വ്യക്തിത്വം തന്നെയല്ലേ നല്ലത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ, ഫ്രീഡം കിട്ടാൻ വേണ്ടി ഞാൻ മതം മാറുന്നു എന്ന് ആലോചിക്കുന്ന ആളുകൾ, അവരെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ബ്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അടുത്ത നോക്കുക, ഡു യു തിങ്ക്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദാറ്റ് ഹിന്ദുയിസം ഈസ് എനഫ് ഫോർ സ്പിരിച്വൽ സാൽവേഷൻ, ഹിന്ദുയിസം ഈസ് എനഫ്, നമ്മളെ എന്താണ് ഈ ഹൈന്ദവത അതെന്താണ് എനഫ്, അത് എനഫ് എന്ന് പറഞ്ഞാൽ ആവശ്യമാണെന്നല്ല, ഉണ്ട് എന്നുള്ള അർത്ഥം. ഇനഫാണ് എന്തിന്, ഫോർ സ്പിരിച്വൽ സാൽവേഷൻ, ആത്മീയ മോക്ഷത്തിന് അത് തന്നെ ധാരാളം, ധാരാളം എന്നുള്ള അർത്ഥം വെച്ചാൽ മതി കേട്ടോ. ആത്മീയ മോക്ഷത്തിന് ഹിന്ദുത്വം തന്നെ ധാരാളമാണ് എന്നുള്ളത്, ഹൈന്ദവത ധാരാളമാണ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഗുരു പറയാണ്, അതർ റിലീജിയൻസ്, മറ്റു മതങ്ങളും, ടു ഹാവ്, അവർക്കുമുണ്ട്, ടു എന്ന് പറഞ്ഞാൽ അവർക്കും എന്നുള്ള അർത്ഥം കേട്ടോ, എന്നുള്ള അർത്ഥം, ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ് ടു സാൽവേഷൻ. പക്ഷേ ഓരോ മതത്തിനും അവർക്കും പിന്നെ മോക്ഷത്തിലേക്കുള്ള വ്യത്യസ്തമായ മാർഗ്ഗങ്ങൾ എന്തുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്തുണ്ട്. ഡോണ്ട് യു തിങ്ക് സോ, നിങ്ങൾ അങ്ങനെ തന്നെ അല്ലേ ചിന്തിക്കണത്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗാന്ധിജി പറയാണ്, ലെറ്റ്സ് ലീവ് അസൈഡ്, അതവിടെ മാറ്റി വെക്കുക എന്നുള്ള അർത്ഥം. നമ്മൾ പറയില്ലേ ലെറ്റ് ഹിം തിങ്ക്, ഓനും ചിന്തിക്കട്ടെ. അപ്പോൾ അത് അങ്ങനെ തന്നെ അത് നമുക്ക് മാറ്റി വെക്കുക എന്നുള്ള അർത്ഥത്തിൽ, വാട്ട് അതർ റിലീജിയൻസ്, മറ്റുള്ള മതങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് എന്താക്കുക, അതവിടെ നിൽക്കട്ടെ. ഡു യു തിങ്ക്, നിങ്ങൾ ചിന്തിക്കുന്നത് ഹിന്ദു റിലീജിയൻ ഈസ് സഫിഷ്യൻറ്റ്, ഹിന്ദു റിലീജിയൻ പര്യാപ്തമാണെന്നല്ലേ, ഫോർ സാൽവേഷൻ, മോക്ഷത്തിന് പര്യാപ്തമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പോൾ ഗുരു പറയാണ്, മോർ ദാൻ എനഫല്ല, അതിനപ്പുറമാണ്, ആവശ്യത്തിലധികം മോക്ഷത്തിന് എന്ത് തന്നെ മതി, ഹിന്ദു പിന്നെ മതം തന്നെ മതി. ബട്ട് ജനങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വേൾഡ്ലി ഫ്രീഡം, ലോക ഫ്രീഡം. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമത്വം, നീതി, ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഈ മോക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു ആത്മീയമായിട്ടുള്ള ടച്ചാണ്, ആത്മാവിൻ്റെ ഫ്രീഡമൊക്കെയാണ് മോക്ഷം, സാൽവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഹിന്ദുമതത്തിൽ എന്തുണ്ട്, ആവശ്യത്തിലധികം ഉണ്ട്. അതേസമയം ജനങ്ങൾ ഇന്ന് ആലോചിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത്തരത്തിലുള്ള പിന്നെ വേൾഡ്ലി ഫ്രീഡങ്ങളാണ്, തുല്യത, സമത്വം, പരിഗണന, ഇങ്ങനത്തെ സാധനങ്ങൾ. അതായത് അൺടച്ചബിലിറ്റി ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് ജനങ്ങൾക്ക് ആവശ്യം. ജനങ്ങൾ അതിനെയാണ് എന്താവുന്നത്, പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഗാന്ധിജി പറയാണ്, അൺടച്ചബിലിറ്റി ആൻഡ് അതർ കസ്റ്റംസ് ആഡ് മോർ റെസ്ട്രിക്ഷൻസ് ടു പീപ്പിൾ. ഈ അൺടച്ചബിലിറ്റിയും പിന്നെ അതായത് തൊട്ടുകൂടായ്മയും അതുപോലെ തന്നെ അതർ കസ്റ്റംസ്, മറ്റു കസ്റ്റംസുകൾ, മറ്റു ആചാരങ്ങളൊക്കെ അതെന്താക്കുന്നുണ്ട്, വർദ്ധിപ്പിക്കുന്നുണ്ട്. മോർ റെസ്ട്രിക്ഷൻസ്, കൂടുതൽ നിയന്ത്രണങ്ങൾ ടു പീപ്പിൾ, ജനങ്ങൾക്ക് എന്താകുന്നുണ്ട്, അത് കൂടുതൽ നിയന്ത്രണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനത്തെ കുറേ അന്നത്തെ കാലത്ത് ആചാരങ്ങളെ കൊണ്ട് മനുഷ്യന് കൂടുതൽ പിന്നെ നിയന്ത്രണങ്ങൾ, അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, അവരുടെ അടുത്ത് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ നടക്കണം, അതുണ്ടാകാൻ പറ്റില്ല, ഈ ജോലി ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് എന്തുണ്ട്, അതുകൊണ്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി, അത് അങ്ങനെ ആയിരിക്കെ. ഡു യു തിങ്ക് കൺവേർഷൻ ഈസ് നെസസറി ഫോർ സ്പിരിച്വൽ സാൽവേഷൻ? ഈ പിന്നെ സ്പിരിച്വൽ സാൽവേഷന് കൺവേർഷൻ നെസസറി ആണ്, ആവശ്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
അതായത് ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മളെ നാട്ടിലിങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ സാൽവേഷന് വേണ്ടിയിട്ട് മതം മാറൽ ആവശ്യമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഗുരു പറയാണ് കൺവേർഷൻ ഈസ് നോട്ട് നെസസറി. അത് ആവശ്യമാണെന്നതില്ല. സ്പിരിച്വൽ സാൽവേഷൻ, ആത്മീയമായിട്ടുള്ള മോക്ഷമാണ് ഉദ്ദേശമെങ്കിൽ അത് മതം മാറണം എന്ന് ഞാൻ എന്താവുന്നില്ല, അതൊരാവശ്യമായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ അതെന്തല്ല ആവശ്യമല്ല. അപ്പോൾ ഗാന്ധി ചോദിക്കുകയാണ്, വി ആർ സ്ട്രൈവിങ്, നമ്മളിപ്പം പിന്നെ സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഫോർ വേൾഡ്ലി ഫ്രീഡം. ഈ വേൾഡ്ലി ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ്. വേൾഡ്ലി ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മളെ പിന്നെന്താ നീതി, സമത്വം, ഈ സാധനങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിപ്പോൾ സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിൽ ഇറ്റ് നോട്ട് ബി ഫുൾഫിൽഡ്? അത് ഫുൾഫിൽ ആവോ, അത് നടപടിയാവോ, അത് പൂർത്തീകരിക്കപ്പെടുമോ എന്നാണ് ചോദിക്കുന്നത്. ഗുരു പറയാണ്, ഇറ്റ് വിൽ നോട്ട് ഫെയിൽ. അതെന്താവില്ല, പരാജയപ്പെടില്ല. ഇഫ് യു നീഡ് ടു ബി ഷുവർ അബൌട്ട് ഇറ്റ്, നിങ്ങൾക്കത് ഉറപ്പിക്കണമെങ്കിൽ യു വിൽ ഹാവ് ടു കം ഹിയർ അഗെയിൻ, നിങ്ങൾ വീണ്ടും ഇവിടെ വരണം. ടു സീ ഇറ്റ്സ് ഫ്രൂഷൻ, അതിൻ്റെ ഫലം കാണണമെങ്കിൽ നിങ്ങൾ എന്താക്കിയാൽ മതി, വീണ്ടും ഇവിടെ വന്നാൽ മതി എന്നർത്ഥം. അപ്പോൾ ഗാന്ധിജി എന്താണ്, ചിരിക്കുകയാണ്, ലാഫിങ്, ചിരിക്കുക. എന്നിട്ട് പറയാണ്, ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നത് ദാറ്റ് ഇറ്റ് വിൽ കം ട്രൂ, അതെന്താവും, സത്യമാകും. വിൽ കം ട്രൂ, സത്യമാകും. ഇൻ മൈ ലൈഫ് ടൈം ഇറ്റ് സെൽഫ്, എൻ്റെ ജീവിതകാലത്ത് തന്നെ അതെന്താവും, സത്യമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്, ഈസ് ഇൻ ദെയർ അൺടച്ചബിലിറ്റി? ഈ തൊട്ടുകൂടായ്മ ഉണ്ടോ? ഈവൺ എമംഗ് ദ ലോവർ ക്ലാസ്സസ്, ഈ രണ്ട് മെയിനായിട്ട് താഴ്ന്ന ജാതി മേൽജാതി രണ്ട് ടീമാണ്. ഈ താഴ്ന്ന ജാതിക്കാർക്കിടയിൽ അവർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടോ, അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? പിന്നെ ആർ എവരി വൺ അലൗഡ് ടു, എല്ലാവർക്കും പിന്നെ അനുമതി ഉണ്ടോ ടു എൻ്റർ സ്വാമിജീസ് ടെമ്പിൾ, ഞങ്ങളുടെ പിന്നെ ഈ ടെമ്പിളിലേക്ക്, അമ്പലത്തിൽ വരാൻ എല്ലാവർക്കും ഉണ്ട്, അനുമതി ഉണ്ടോ? രണ്ട് ചോദ്യമാണ് കേട്ടോ. ഒന്ന്, താഴ്ന്ന ജാതിക്കാർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടോ, അൺടച്ചബിലിറ്റി ഉണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ഈ ഒരു പിന്നെ മഠത്തിൽ എല്ലാവർക്കും വരാനുള്ള അനുവാദമുണ്ടോ? ഓഫ് കോഴ്സ് എവരി വൺ ഈസ് അലൗഡ്. രണ്ടാമത്തെ ചോദ്യത്തിനാണ് ആദ്യത്തെ കേട്ടോ. എല്ലാവർക്കും എന്തുണ്ട്, ഇവിടെ അനുമതിയുണ്ട്. യങ് ബോയ്സ് ഫ്രം മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്നുള്ള യങ് ബോയ്സ്, ചെറിയ പിന്നെ ബോയ്സ് എന്താക്കുന്നുണ്ട്, സ്റ്റേ ഹിയർ, അവരിവിടെ എന്താക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ഇൻ ദ ശിവഗിരി മഠത്തിൽ ആൻഡ് ലേൺ അലോങ് വിത്ത് അതേഴ്സ്, മറ്റുള്ള ആളുകളുടെ കൂടെ എന്താക്കുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിനുള്ള ഉത്തരമാണ്. മറ്റുള്ള ആളുകളുടെ കൂടെ എന്ന് പറയുമ്പോൾ എന്താ, പിന്നെ മറ്റു ജാതിക്കാരുടെ കൂടെ എന്നാണ്. അപ്പോൾ എന്തില്ല, ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു ഒരു സാധനം അവിടെ ഉണ്ട്, താഴ്ന്ന ആളുകൾക്കിടയിൽ തന്നെ കോമൺ ആയിട്ടുള്ള രണ്ട് കാറ്റഗറിയിൽ, താഴ്ന്ന ജാതി എന്നുള്ള കാറ്റഗറിയിൽ തന്നെ പല ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ട്, ഈ ഒരു അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. പക്ഷേ ഇവിടെ എന്താകുന്നുണ്ട്, ഇവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ആൻഡ് ദേ ഓൾസോ ടേക്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ, സംഭവിക്കുന്നുണ്ട്. ഇൻ ദ റിച്വൽസ് ഹിയർ. റിച്വൽസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ അനുഷ്ഠാനങ്ങൾ എന്നൊക്കെ പറയില്ലേ, മതത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നു കേട്ടോ. അവരെന്താകുന്നുണ്ട്, ഒരുമിച്ച് അത് ചെയ്യുന്നുണ്ട്, അവരിലെന്താണ്, അത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജി പറയാണ്, ഐ ആം ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്, കേട്ടതിലെന്തായി, വളരെയധികം സന്തോഷമായി. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത്.